സ്കൂൾ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ചോർത്തുന്നതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. സംസ്ഥാനത്തെ സ്കൂൾ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ചോർന്ന സംഭവത്തിൽ ഗുരുതര ക്രമക്കേടുകൾ. കഴിഞ്ഞ 2 വർഷമായി ചോദ്യക്കടലാസുകൾ ചോർന്നതായി ആരോപണം ശക്തമായിരുന്നു. +1 കണക്ക് പരീക്ഷയുടെയും SSLC പരീക്ഷയിൽ ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിച്ചു. ചോദ്യപേപ്പറുകൾ ചോർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായാണ് സംശയം. മലപ്പുറം ജില്ലയിൽ 10ാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സോഷ്യൽ മീഡിയയിലൂടെ തലേന്ന് തന്നെ കുട്ടികൾക്ക് ലഭിച്ചിരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസ ചാനലിലൂടെ ഒട്ടുമിക്ക ചോദ്യങ്ങളും ക്രമം തെറ്റാതെ പുറത്തായെന്നാണ് ആരോപണം. ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ സംഭവിക്കില്ലെന്ന് അധ്യാപകർ തന്നെ വ്യക്തമാക്കുന്നു. അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന പേരിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദ്യക്കടലാസുകളിൽ വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലും ഗുരുതര വീഴ്ച സംഭവിച്ചതായി പറയുന്നുണ്ട്. ചോദ്യപേപ്പറുകൾ ചോർത്തുന്ന റാക്കറ്റ് ഉണ്ടെന്ന സംശയവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വരാനിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ പ്രവചിക്കുമ്പോൾ അതിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും ക്രമം പോലും തെറ്റാതെ ചോദ്യപേപ്പറുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് ചോദ്യപേപ്പറുകൾ ചോർന്നതുകൊണ്ട് മാത്രമാണ്.